വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നെൻ്റെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാനും സഞ്ജുവേട്ടനും കൂടെ നേരെ ഒരു കടയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കാളികാവുള്ളൊരു ഷോപ്പാണ്, റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അമ്മ സർപ്രൈസ് ആയിട്ട് ചേച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഡ്രസ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്. ഇതൊക്കെ വാങ്ങിയിട്ട് വേണം നേരെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ടാണ് നമുക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ട്, ഈ ഒരു ഫ്രോക്ക്. ഇതാണ് നമ്മൾ അപ്പൊ അങ്ങനെ ചേച്ചിക്കുള്ള ഡ്രസ്സ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നേരെ കേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണം. അവിടെ എത്തിയിട്ട് കാണാൻ എന്താണെന്ന്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോലെ സർപ്രൈസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നോക്കാം. സഞ്ജുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിലേക്ക്. സഞ്ജുവേട്ടൻ നടു വെട്ടിയതുകൊണ്ട് തന്നെ പകുതി വഴിക്ക് വിഷ്ണുവിനെ വിളിച്ചത്. വിഷ്ണുവിൻ്റെ കൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനും വിഷ്ണു കൂടെ നേരെ ചുങ്കത്രയ്ക്കാണ്. ചുങ്കത്ര ഒരു കടയിൽ എൻ്റെ ചേച്ചീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വിഷ്ണു ചേച്ചി ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ എൻ്റെ അഡ്രസ്സിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഷോപ്പ് ഓപ്പൺ അല്ലാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു ഫാൻസി കടയിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് വാങ്ങിക്കാനാണ് ആദ്യം പോയത്. കാക്ക ഒരു കൊറിയർ വന്നിരുന്നില്ല ഇവിടെ. താങ്ക് യു. നമ്മളിപ്പോൾ ചുങ്കത്ര എത്തിയിട്ടുണ്ട്. അപ്പോൾ പകുതി വഴി വരെ സഞ്ജുവേട്ടൻ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നടുവേന ആയതുകൊണ്ട് പിന്നെ കറുളായിക്ക് വിഷ്ണു വരികയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ചേച്ചിൻ്റെ ഫ്രണ്ടാണ് വിഷ്ണു ചേച്ചി സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചുങ്കത്ര എൻ്റെ അഡ്രസ്സിലാണ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അവിടുന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഫുഡ് വാങ്ങിക്കാൻ നിൽക്കാണ്ട്. വിഷ്ണു പോയിട്ടുണ്ട്, പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് പൊറോട്ടയും പിന്നെ ചിക്കൻ ബട്ടർ ചിക്കൻ അല്ലേ, ബട്ടർ ചിക്കനാണ്. പിന്നെ വെജ് കുറുമയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാനും വിഷ്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ടൊന്നും നടത്തുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. ഇപ്രാവശ്യം സിമ്പിളായിട്ടാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കേക്കുള്ള കാര്യം അവൾക്കറിയാം. ഫുഡ് അതുപോലെ തന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വിഷ്ണു ചേച്ചി ഉണ്ട്. വിഷ്ണു ചേച്ചി വരുന്നത് അവൾക്ക് അറിയേയില്ല. അതുപോലെ തന്നെ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, അതൊന്നും അവൾക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ സർപ്രൈസ് ആയിരിക്കും. ബാക്കി അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ടൊന്നുമില്ല. എന്തായാലും അവിടെ ചെന്നിട്ടുള്ള റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഫുഡ് വാങ്ങി കഴിഞ്ഞു കേട്ടോ. ആ ഫുഡ് ഡേറ്റ് പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് വയ്യ. ഇപ്പം നേരെ അവൾക്കുള്ള കേക്ക് വാങ്ങിക്കാൻ പോകണം. കേക്ക് ഇന്നലെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണിയാകുമ്പോഴത്തേനും റെഡിയാക്കുമെന്നാണ് പറഞ്ഞത്. സമയം ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം പോട്ടെ. നിങ്ങൾക്ക് ഞാനൊരു കോമഡി പറഞ്ഞത്. ഞങ്ങളിപ്പോൾ കേക്കും കടേൻ്റെ മുന്നിൽ കേട്ടോ, ഷോപ്പ് ക്ലോസ് ആണ്. ഇന്നലെ വലിയ കാലത്ത് ഞാനും ചേച്ചിയും കൂടെ വന്നിട്ടാണ് ഇവിടെ ഓർഡർ എടുത്തത്. ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ ഷോപ്പ് ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. രാത്രി അത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന മോഡലൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതൊക്കെ പറഞ്ഞെടുത്തതാണ്. അപ്പോൾ എന്തായാലും ഷോപ്പത്തെ ആളെ വിളിച്ചപ്പോൾ ആളെ കൊണ്ടുതരാമെന്ന് പറഞ്ഞോട്ടെ. ഞാൻ ആകെ കുടുങ്ങിയാൽ വിചാരിച്ചു ഇനി വേറെ എവിടെയും പോയിട്ട് കേക്ക് വാങ്ങിക്കണമെന്ന് കരുതി. ഒന്നാമതേ നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ചേച്ചീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മളെല്ലാം റെഡിയാക്കി ചെല്ലുന്നത്. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ ഒപ്പം കയറി ചെല്ലണം എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും നടന്നില്ല. എന്തായാലും പോട്ടെ. വിഷ്ണു ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേക്ക് കാരണം. ഷോപ്പ് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അത് പണ്ടൊരു ചെറിയ ഷോപ്പായിരുന്നു, അപ്പുറത്തായിരുന്നു. പക്ഷെ അവരിപ്പോൾ അത് വലുതാക്കിയിട്ടുണ്ട്. രസമുണ്ട് കാണാൻ. കാത്തിരുന്ന് കണ്ണിൽ എണ്ണ പറ്റി ഗായ്സ്. ഇത് വരെ വന്നില്ല. അല്ലെ അങ്ങനെ ഇന്നലെ പറഞ്ഞാൽ മതിയായിരുന്നു. ഒരു 10 മിനിറ്റ് മുമ്പ് വരുന്നതിന് മുമ്പ് വിളിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചിട്ടറിയാം. അവളെ ഫ്രണ്ട്സൊക്കെ വന്നു, ഭാവി എല്ലാവരും വന്നു. നീ എവിടെ ചോദിച്ചിട്ട് അവളെന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ആകെ ചീറ്റി. ഒരു പ്ലാനും ആക്ച്വലി ഉണ്ടായിരുന്നില്ല. ഉള്ള പ്ലാനും ചീറ്റിപ്പോയ ലക്ഷണമാണ് ഇപ്പോൾ. ഇപ്പം എന്തായാലും നോക്കട്ടെ. ആളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ വീട്ടിൽ പോകണം. വേറെ എവിടെയും കയറാൻ സമയമില്ല. അപ്പം വേഗം വീട്ടിലെത്തിയിട്ട് കാണാം. ഇതാണ് എടി നല്ല മൂക്കുത്തി. ഇത് രസമുണ്ട്. ഇതാണ് ഗായ്സ് മാഷിൻ്റെ ചേച്ചിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത് റിങ്ങിൻ്റെ മൂക്കുത്തി. നല്ല സൂപ്പർ മൂക്കുത്തി. എനിക്ക് നന്ദി ചെയ്യുന്നുണ്ട്. ഇവളെ ബെസ്റ്റ് ഫ്രണ്ട് വിഷ്ണു ചേച്ചി. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന വിഷ്ണു ചേച്ചിയാണ്. ഞങ്ങളെ പ്ലാനും പദ്ധതിയൊക്കെ തെറ്റി.
ഗൈസ് ഫൈനലി ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ബർത്ത്ഡേ ഗേള്. പിന്നെ ഇത് സാധന സാമഗ്രികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് ഒഫീഷ്യലി കേക്ക് ഇവിടെ വെച്ചിട്ട് ബാക്കി ഒരു സാധനം കൊടുക്കാം. ഇതൊന്ന് പിടിക്കാവോ കേക്ക്? പോവല്ല നീ. ഇത് ഇത് എൻ്റെ എവിടെ ഇത് എൻ്റെ ഇത് സഞ്ജുവേട്ടൻ്റെതും അമ്മേൻ്റെതും പിന്നെ ഇത് വിഷ്ണു ചേച്ചീൻ്റെതും ഗിഫ്റ്റ്. അപ്പോൾ ഇനി പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഗൈസ്. മാഷിൻ്റെത് നോക്സ്പി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ കേക്ക് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നല്ല അടിപൊളി ഡെക്കറേഷൻ ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒന്നും വെച്ചില്ല. ഇതെടുത്തോ. ഇതാണ് കേട്ടോ ഞങ്ങളെ കേക്ക്. വിഷ്ണു ഇവിടെ ഫോട്ടോ എടുത്തോടെ കേക്ക് പൊടിച്ചിട്ടു. അത് കുഴപ്പമില്ല. ഞങ്ങൾ അവാർഡ് കൊടുക്കാൻ എടി നല്ല രസമുണ്ടെടി. നിന്നോ നല്ല ചോക്കുണ്ട് കാണാൻ. ഡ്രസ്സൊക്കെ നല്ല ആശ സൂപ്പറായി. കുറച്ച് പുറകെ നിൽക്കണേ. വളരെ ലളിതമായൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര സെറ്റൊന്നും അല്ലായിരുന്നു. എന്നാലും നമ്മൾ ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ട്. എന്താ അമ്മച്ചേ അതൊക്കെ ഉണ്ടാകും. ഞാൻ എപ്പ പോയ ഞാനാ ബാക്കി ഞങ്ങളൊക്കെ പോയിട്ട് തിന്നടി. പതുക്കെ അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളെ ഫുഡ് ഉണ്ടായിരുന്നത്. പൊറോട്ടയും ബട്ടർ ചിക്കനും അതുപോലെ തന്നെ വെജ് കുറുമയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് മുറി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. മാഷും വിഷ്ണുവും കൂടെ നേരത്തെ ഫുഡ് കഴിച്ച് പോയി. ഞങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളുടെ മെയിൻ ചടങ്ങാണ് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കൽ. അൺബോക്സിങ് ആണ് കേട്ടോ. ഫസ്റ്റ് ഗിഫ്റ്റ് ഇതാണ് ചേച്ചി. നോസ്പിന്നാണ് മാഷി വാങ്ങിച്ചു കൊടുത്ത നോസ്പിന്നാണ് കേട്ടോ. എനിക്ക് റിങ് വാങ്ങി ഞാൻ ചേച്ചിയും കൂടെ മൂക്കുത്തിയത് വരെ റിങ്ങിന് നോസ്പിൻ ഇടാനാണ്. അങ്ങനെ എനിക്ക് സഞ്ജയുടെ വാങ്ങി തന്നു. മുത്തക്ക് മാഷി വാങ്ങിച്ചെടുത്ത്. ഇതാണ് ചേച്ചീൻ്റെ വൺ ആൻഡ് ഓൺലി ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം. വൺ ആൻഡ് ഓൺലി അല്ല, വൺ ആൻഡ് ഓൺലി എന്താ ഇപ്പൊ അവര് ആ ഒരു തീരുമാനത്തിലെത്തിക്കോട്ടെ. നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ച് ഒരു സംഘുമാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇനിയിപ്പോ ഇത് ഓരോന്നോരോന്ന് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരട്ടെ. എന്താന്ന് ബാക്ക് ക്യാമറ ഇതുകൊണ്ട് വിഷ്ണു ചേച്ചി ഇരിക്കുമോന്ന് അറിയില്ല. സെൽഫിൽ മാത്രമേ വിഷ്ണു ചേച്ചി ഇരിക്കുള്ളൂ. അപ്പൊ എന്തായാലും പൊട്ടിച്ചിട്ട് നോക്കണം പോരൊന്ന്. ബാക്ക് ക്യാമറ ആയതുകൊണ്ട് വിഷ്ണു ചേച്ചി നൈസിൽ മുങ്ങിയിട്ടിട്ട് ഞാനും മുത്തോളാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് വേണ്ട വിഷ്ണു ചേച്ചിന്റെ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. പൊട്ടിച്ച് നോക്കാം. ഇത് ഞാനും വിഷ്ണു ചേച്ചിയും കൂടെ പ്ലാൻ ചെയ്ത് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതൊക്കെ അറിയത്തില്ല. അങ്ങനെയൊന്നുമല്ല. അത് പൊട്ടിച്ച് നോക്കാം. എന്തായാലും പൊട്ടിച്ച് ഇതൊക്കെ അറിയാലോ. ഇത് ഇവിടെ ടൂർ പോകാൻ വേണ്ടിയിട്ട് ഇത് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പായിരുന്നു. വിഷ്ണു ചേച്ചിയോട് പറഞ്ഞു തോന്നുന്നു ഇവിടെ ടോപ്പിനെ കുറിച്ച്. അപ്പൊ അതെന്തെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇവരോട് എനിക്ക് തോന്നുന്നത് ആക്ച്വലി വേറെ ഡ്രസ്സ് വാങ്ങിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു ബ്ലാക്ക് ഒരു കോട്ട് സെറ്റ് പോലെ പാന്റും ടോപ്പ് ഷർട്ടും കൂടെ വരുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ. നല്ല ടോപ്പാണ്. ഈ ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഇടാം. ഞാൻ മുത്തോളം പിന്നെ അങ്ങനെയാണ്. മുത്തോളം എനിക്ക് എൻ്റെ മുത്തോളം ഇത് നല്ല ടോപ്പ്. ഇത് കിട്ടും ടോപ്പ്. അടിപൊളി ടോപ്പ്. ഇത് സത്യം പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അടിപൊളി സെറ്റ് സാധനമാണ്. ഇതായത് ഇവിടേക്കാണ് ലൈനിങ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതായിട്ട് കിടക്കും. അതുകൊണ്ട് നമ്മള് ജീൻസ് ഒക്കെ ഇടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വയറ് കാണിക്കും. സൂപ്പറാണ്. നല്ല ക്വാളിറ്റിയുള്ള വിറ്റില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും നല്ല സാധനമാണ്. ഞാൻ 369 രൂപയായിട്ട് ടോപ്പിന്. തുണി കേടില്ല. ജോർജറ്റ് ആണ്.
ജോർജറ്റ് മെറ്റീരിയൽ. അപ്പൊ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ബ്ലാക്ക് അതിന് നെഗറ്റീവ് കണ്ടപ്പോ ഞാൻ ബ്ലാക്ക് ഞാൻ തന്നെ ഓർഡർ ചെയ്തേ. എന്നിട്ട് ഇവിടെ എന്നോട് വന്നിട്ട് രാത്രി പറഞ്ഞു വിഷ്ണു അതാ തോന്നുന്നു ഭാവി ഓർഡർ ചെയ്തത്, അതില് ഭയങ്കര മോശം റിവ്യൂ ഇത് അയച്ചു കൊടുത്തു. ഇതാ അപ്പൊ അവള് പറഞ്ഞു നീ നോക്കണ്ടേ, അപ്പൊ ഞാൻ എന്താ നീ അതിന്റെ ഓർഡർ ചെയ്തത് നമുക്കിനി നോക്കാം. എന്നിട്ട് അന്ന് രാത്രി ഇവിടെ എന്നോട് വന്നിട്ട് പറഞ്ഞു ഭാവി വിഷ്ണു ഓർഡർ ചെയ്തത്, അതിനിപ്പൊ എന്താ അതിന് മുന്നേ അവളതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ റിവ്യൂ എന്താ മോശം പറയാം. അപ്പൊ ഞാൻ ശരിക്കും ഇതാണ് ഓർഡർ ചെയ്തത്, മല്ലിക ഓർഡർ ചെയ്തു. എന്നിട്ട് ഞാൻ വന്നപ്പോ വേണ്ടാന്ന് ഞാൻ ഇത് പിന്നെ ഇത് പറഞ്ഞ അന്ന് തന്നെ ഞാൻ നോക്കാതെ മെസ്സേജ് അയച്ചു. സംഭവം അതിനകത്ത് മോശം റിവ്യൂ പറഞ്ഞപ്പോ ഞാൻ തന്നെ അത് ക്യാൻസൽ ആയില്ല. അത് വന്നപ്പോ ഞാൻ റിട്ടേൺ ഇട്ട് വേണ്ടാന്ന് പറഞ്ഞു. നീയാണ് ഓർഡർ ചെയ്തത്? ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തത്. ഇന്ന് രാവിലെ അത് ബ്യൂട്ടി പോയിട്ട് വാങ്ങിച്ചു. അതൊക്കെ കൊണ്ട് നേരം വൈകി നിങ്ങളുടെ രാവിലെ അല്ല വൈകിട്ട് വരുമ്പോ ഇത് ഈ ഷർട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നീത് കഴിഞ്ഞ ദിവസം ടൂർ പോയപ്പോട്ടിരുന്നു. ഇതല്ല, ഇതേപോലത്തെ ഒരു ലൈൻ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നോക്കുമ്പോ ഈ സാധനം കണ്ടു, പിന്നെ ഒന്നും നോക്കിയില്ല. എനിക്ക് വാങ്ങിയതാണ്. അല്ല, ഇവക്ക് വാങ്ങിയതാണ്, എനിക്കുമാണ്. അതുകൊണ്ട് ഇത് ഞാൻ അതുകൊണ്ട് നിന്റെ ഇഷ്ടത്തിന് എടുത്തു. എന്റെ ഇഷ്ടത്തിന് എടുത്തു. സഞ്ജോട്ട് വളരെടുക്കും പറയും ഭാവിന്ന് മുത്തുമോക്ക് ഇഷ്ടപ്പെടും, മുത്തുമോക്ക് ഇഷ്ടപ്പെടും. ഇതെങ്ങനെയല്ലേ ടാങ്ക് ടോപ്പിനെ ഓപ്പൺ ചെയ്ത് അവൾ ഇട്ട പോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇത് അവള് കാണുന്നുണ്ടാകും. ഫുൾ കോപ്പിയാണ് ഞാനിത് ഇൻസ്പയർ ചെയ്ത് വാങ്ങിയത്. അതെ അതെ, മിന്നേച്ചിന്റെ ഷർട്ട്. ഇത് അമ്മേന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇത് അമ്മേന്റെ ഗിഫ്റ്റ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മള് അത്യാവശ്യം തെരഞ്ഞിട്ടാ കിട്ടിയത്. ഇതൊരു ഫ്രോക്ക്, നല്ല വിരിവുള്ള ഒരു ഫ്രോക്കാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ വീഡിയോയിൽ കുറച്ച് എടുത്തപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു. നല്ല വീതിയുള്ള ഒരു ടൈപ്പ് ഡ്രസ്സാണ് ഇത്. ഒരു ആംഗിൾ ലെങ്ത് ഒക്കെ പോലെ ആംഗിൾ ലെങ്ത് ആണ്. ഇത് സെറ്റായില്ലേ? ഇതതെ നല്ല രസമാണ്. ഇതിൽ 2 വള്ളിയൊന്നും പിന്നെ ഞങ്ങൾ കെട്ടില്ല. പണ്ടേ എനിക്ക് വള്ളിയൊന്നും ഇഷ്ടമില്ല. അപ്പൊ ഇതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല ഫംഗ്ഷൻ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. അത് ടൈറ്റ് ചെയ്യാനാണ് അവിടെ അല്ല, ഇതിങ്ങനെ അരേ കൂടെ ഇങ്ങനെ കെട്ടാണ്. ഇത് ഞാൻ ഊരിയെടുക്കും, അതുവരെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ. നിലവിൽ അറിയപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെയാണ്. ഇനി വേറെ എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുതരുമെന്ന് അറിയാം. ഞങ്ങള് ചേട്ടായിയുടെ ചേട്ടായിന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇവിടെ ഇത്താണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ വ്ളോഗിന് ഞാൻ ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടേ ഇല്ല. ഞാൻ ഇപ്പോഴാണ് ഓർത്തിച്ചുള്ളത്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ സൈഡിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തോളാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് നേരെ പോയിട്ടൊന്ന് കുളിക്കണം. രാവിലെ ഞാൻ പോയ കോലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനും. ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള കലാപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.